ഡെയിലി റൂട്ടീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസൽ വെർബുകളും കുറച്ച് എക്സ്പ്രഷനുകളും നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്. ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് എന്ന് വെച്ചാൽ രാവിലെ ഉറക്കം എഴുന്നേൽക്കുക എന്നാണ് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡിൻ്റെ മീനിങ്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഐ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് എർലി എവരി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ നേരത്തെ എഴുന്നേൽക്കും. ഐ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് എർലി എവരി മോർണിംഗ്. നെക്സ്റ്റ്, ഈവൻ ഓൺ വീക്കെൻഡ്സിലും ഐ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ബൈ 7 AM. ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കും. നെക്സ്റ്റ്, നോ മാറ്റർ ഹൗ ടയർഡ് ഐ ആം ഐ ഫോഴ്സ് മൈസെൽഫ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഓൺ ടൈം. ഞാൻ എത്ര തളർന്നാലും ഐ ഫോഴ്സ് മൈസെൽഫ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഓൺ ടൈം. ഞാൻ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുവാനായിട്ട് ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യും. നെക്സ്റ്റ്, ഐ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഫോർ ദാറ്റ് ഇയർലി മീറ്റിംഗ്. രാവിലെയുള്ള ആ മീറ്റിങ്ങിനായിട്ട് എനിക്ക് എഴുന്നേൽക്കണം. ഐ ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഫോർ ദാറ്റ് ഇയർലി മീറ്റിംഗ്. നെക്സ്റ്റ്, ഐ ആൾവേസ് സ്ട്രഗിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഇയർലി. നേരത്തെ എഴുന്നേൽക്കുവാനായിട്ട് ഞാൻ എപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഐ ആൾവേസ് സ്ട്രഗിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഇയർലി. നെക്സ്റ്റ്, എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഇറ്റ്സ് എ സ്ട്രഗിൾ ഫോർ മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്. രാവിലെ എഴുന്നേൽക്കുന്നത്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് എനിക്ക് സ്ട്രഗിളാണ്, ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്, ഐ പ്രോമിസ് മൈസെൽഫ് എവറി നൈറ്റ്. എല്ലാ ദിവസവും ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്യാറുണ്ട് ദാറ്റ് ഐ വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ഓൺ ടൈം. ഞാൻ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുമെന്ന്. ബട്ട് ഇറ്റ് റെയർലി ഹാപ്പൻസ്. പക്ഷേ അത് വല്ലപ്പോഴുമേ സംഭവിക്കാറുള്ളൂ. ഇനി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുടനെ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ കിടന്ന ബെഡ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ വിരിയും നമ്മുടെ തലേണയൊക്കെ മടക്കി അതിൻ്റെ പൊസിഷനിൽ നമ്മൾ വെക്കാറില്ലേ. ഈ ഒരു കാര്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് മേക്ക് മൈ ബെഡ്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഐ മേക്ക് മൈ ബെഡ് എവരി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ ബെഡ്, എൻ്റെ കിടക്ക അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. ഐ മേക്ക് മൈ ബെഡ് എവരി മോർണിംഗ്. നെക്സ്റ്റ്, ഡു യു മേക്ക് യുവർ ബെഡ് എവറി മോർണിംഗ്. നിങ്ങൾ നിങ്ങളുടെ ബെഡ് എല്ലാ ദിവസവും രാവിലെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ടോ? യെസ്, ഐ മേക്ക് മൈ ബെഡ് എവറി മോർണിംഗ്. അതെ, എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ ബെഡ്, എൻ്റെ കിടക്ക അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. ഐ നെവർ ലീവ് ദ ബെഡ്റൂം വിതൗട്ട് മേക്കിംഗ് മൈ ബെഡ്. ബെഡ് അറേഞ്ച് ചെയ്ത് വെക്കാതെ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പുറത്തു പോകില്ല. ഐ നെവർ ലീവ് ദ ബെഡ്റൂം വിതൗട്ട് മേക്കിംഗ് മൈ ബെഡ്. ഇനി നമ്മളുടെ ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യമാണ് കുളിക്കുക എന്നുള്ളത്. കുളിക്കുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ടേക്ക് എ ഷവർ. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഐ നീഡ് ടു ടേക്ക് എ ഷവർ. എനിക്ക് കുളിക്കണം. ഡു യു ടേക്ക് എ ഷവർ ആഫ്റ്റർ യു മേക്ക് യുവർ ബെഡ്. നിങ്ങൾ നിങ്ങളുടെ ബെഡ് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം കുളിക്കാറുണ്ടോ? യെസ്, ഐ ടേക്ക് എ ഷവർ ആഫ്റ്റർ ഐ മേക്ക് മൈ ബെഡ്. അതേ, ഞാൻ എൻ്റെ ബെഡ് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം കുളിക്കാറുണ്ട്. നെക്സ്റ്റ്, ഡിഡ് യു ടേക്ക് എ ഷവർ. നിങ്ങൾ കുളിച്ചോ? നോ, ഐ ഡിഡ്ന്റ് ടേക്ക് എ ഷവർ. ഇല്ല, ഞാൻ കുളിച്ചില്ല. ഡിഡ് യു ടേക്ക് എ ഷവർ ദിസ് മോർണിംഗ്. നിങ്ങൾ ഇന്ന് രാവിലെ കുളിച്ചോ?
യെസ് ഐ ടുക്ക് എ ക്വിക്ക് ഷവർ ബിഫോർ ഹെഡിങ് ടു വർക്ക്. അതേ, വർക്കിന് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് പെട്ടെന്ന് കുളിച്ചു. മീൻസ് ചെറിയൊരു കുളിച്ചു. നെക്സ്റ്റ്, ആർ യു റെഡി? നീ റെഡിയായോ? നോ, ഐ ജസ്റ്റ് നീഡ് ടു ടേക്ക് എ ക്വിക്ക് ഷവർ. എനിക്കൊന്ന് പെട്ടെന്ന് കുളിക്കണം, ചെറിയൊരു കുളിക്കണം. ഐ ബി റെഡി ഇൻ 5 minutes. ഞാൻ 5 മിനിറ്റിനുള്ളിൽ റെഡിയാകും. നെക്സ്റ്റ്, ഐ യൂഷ്വലി ടേക്ക് എ ഷവർ ബിഫോർ ബെഡ് ടൈം. ഞാൻ സാധാരണയായിട്ട് കിടക്കുന്നതിന് മുമ്പാണ് കുളിക്കാറുള്ളത്. ഐ യൂഷ്വലി ടേക്ക് എ ഷവർ ബിഫോർ ബെഡ് ടൈം. ഡു യു ടേക്ക് എ ഷവർ ബിഫോർ ബെഡ്? നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടോ? യെസ് ഐ ഡു ടേക്ക് എ ഷവർ ബിഫോർ ബെഡ്. അതെ, കിടക്കുന്നതിന് മുമ്പ് ഞാൻ കുളിക്കാറുണ്ട്. നെക്സ്റ്റ്, ഐ യൂഷ്വലി ടേക്ക് എ ഷവർ ഇൻ ദ ഈവനിങ്. ഞാൻ സാധാരണയായിട്ട് വൈകുന്നേരമാണ് കുളിക്കാറുള്ളത്. ഐ യൂഷ്വലി ടേക്ക് എ ഷവർ ഇൻ ദ ഈവനിങ്. ഹൗ അബൌട്ട് യു? നിങ്ങൾ എങ്ങനെയാണ്?